ഒരക്രമവും ഉണ്ടാകരുത് എന്നുള്ള തികഞ്ഞ ബോധ്യം ഞങ്ങൾക്ക് ഈ സമരത്തിന്റെ ആരംഭഘട്ടം മുതലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ അത്തരത്തിൽ അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള സ്ക്രിപ്റ്റിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി ആ സ്ക്രിപ്റ്റിൽ അഭിനയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള തീരുമാനമെടുത്തത്. സ്വാഭാവികമായും അവിടെ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായില്ല. ഇന്നലെ രാജ്ഭവൻ പുറത്തിറക്കിയ പത്രക്കുറിപ്പിനകത്ത് തന്നെ അവർ പറഞ്ഞത് കേരളത്തിനകത്ത് മുഴുവൻ ക്രമസമാധാന പ്രശ്നമുണ്ട് എന്നടക്കം പറഞ്ഞ ആൾക്ക് സ്വാഭാവികമായും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും കേരളത്തിനകത്തുള്ള സമാധാന അന്തരീക്ഷത്തെ സംബന്ധിച്ച്. പൊതുവെ ഏറ്റവും അധികം തിരക്കുള്ള ഒരു പ്രദേശമാണ് മുട്ടായി തെരുവ്. ആ തെരുവിനകത്ത് ഉൾപ്പെടെ അദ്ദേഹം സഞ്ചരിച്ച ഘട്ടത്തിൽ കേരളം UP പോലെയല്ല ഏറ്റവും സമാധാനപരമായി ജനജീവിതം സാധ്യമാകുന്ന ഒരിടമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഒന്ന്. രണ്ടാമത് അദ്ദേഹം കാണിച്ച ഷോ വർക്കിന്റെ ഭാഗമായി അവിടെ അദ്ദേഹത്തിന്റെ ചാർട്ടിനകത്ത് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ചാർട്ടിനകത്ത് എവിടെയും ഉണ്ടായിരുന്നില്ല അത്തരത്തിലൊരു യാത്ര. ഇവിടെ നിന്ന് അദ്ദേഹം പുറപ്പെടുന്ന ഘട്ടത്തിൽ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന പോലീസുകാർക്ക് പോലും അറിയില്ല എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, എങ്ങോട്ടാണ് അദ്ദേഹം പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്. ആ നിലയിൽ എല്ലാ പ്രോട്ടോകോളുകളും നിശ്ചയിച്ചിരുന്ന പ്രോഗ്രാം ചാർട്ടടക്കം മാറ്റിമറിച്ച് പെട്ടെന്ന് മിഠായി തെരുവ് പോലെ ജനനിബിഡമായ ഒരു പ്രദേശത്തേക്ക് പോവുകയും ആ പോയതിന്റെ ഭാഗമായി ബാനറിന്റെ പുറകിൽ ആ നിലയിൽ ജനനിബിഡമായിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് പോയതിന്റെ ഭാഗമായിട്ടാണ് വേണ്ട മുന്നൊരുക്കങ്ങളോ മറ്റോ ഉണ്ടായിട്ടില്ല. സ്വാഭാവികതയോടെ വലിയ തിക്കും തിരക്കും ഉണ്ടാകിയും ഒരു മനുഷ്യൻ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിലേക്കടക്കം ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കടക്കം പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. നിലവിൽ കേരളത്തിലെ ചാൻസലർ സംഘപരിവാറിന്റെ ഏജന്റ് എന്നുള്ളതിൽ നിന്ന് മാറി ഒരു കൊലപാതക ഒരു മനുഷ്യന്റെ മരണത്തിന് ഉത്തരവാദിയാകുന്ന നിലയിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഇതെല്ലാം ജനം വിലയിരുത്തും. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോകുന്നതിനുണ്ടാവും. ഇല്ല, ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല. ഈ മാർച്ച് ഞങ്ങൾ പുറത്തേക്കാണ്, റോഡിലേക്കാണ് ഞങ്ങൾ മാർച്ച് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിലവിൽ ഞങ്ങൾ ഈ സമരം അവസാനിക്കില്ലല്ലോ. അവസാനിക്കണമെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തിന് തീരുമാനം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ സർവകലാശാലകൾക്കകത്തേക്ക് സംഘപരിവാറിന്റെ ഏജന്റുമാരെ നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചട്ടവിരുദ്ധമായിട്ടുള്ള സംഘപരിവാറിന്റെ ഏജന്റ് പണി അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് സമരം അവസാനിപ്പിക്കുന്ന നിലയുണ്ടാകുള്ളൂ. ഞങ്ങൾ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. തിരുവനന്തപുരത്തെത്തും. ഇന്ന് രാത്രി അദ്ദേഹം തിരുവനന്തപുരത്തെത്തും. ഇനിയും വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഗവർണർക്കെതിരെയുള്ളത്? ഇനി അദ്ദേഹം ക്യാമ്പസിലേക്ക് ഒരുപക്ഷെ വരുന്നുണ്ടാവില്ല. ഇന്നത്തെ പ്രതിഷേധം ഇവിടെ നിന്നും കോഴിക്കോട് നിന്നും ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് അദ്ദേഹം രാജ്ഭവന്റെ മുറ്റത്ത് കയറുന്നത് വരെ SFIയുടെ പ്രതിഷേധം ഉണ്ടാകും. വഴിനീളെ അദ്ദേഹത്തിന് SFIയുടെ പ്രതിഷേധം ചൂടറിയേണ്ടി വരും. വരും ദിവസങ്ങളിലും ശക്തമായ പ്രക്ഷോഭ ക്യാമ്പയിനുകളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും.